സോ നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം പഠിച്ചത് കോൺകേവ് മിററിന്റെ ഇമേജ് ഫോർമേഷൻ ആയിരുന്നു. അതായത് ഫിഗർ 1, 2, 3 3 ഫിഗർ പേജ് നമ്പർ 88 നമ്മൾ വരച്ചു. ഒരെണ്ണം ഞാൻ വരയ്ക്കാൻ അലീനയ്ക്ക് തന്നായിരുന്നു. ഇനി ഫിഗർ 4, അതായത് അത് കോൺവെക്സ് മിററാണ്. കോൺവെക്സ് മിററിൽ ഒബ്ജക്റ്റ് എന്ന് പറയണത്, ഇപ്പൊ നോക്കിയ കോൺവെക്സ് മിററിന്റെ ഈ വശത്താണ്, അല്ലെ മിററിന്റെ ഫ്രണ്ടിലാണ് CUF ഇരിക്കണം, അല്ലേ? അല്ലേ? കോൺവെക്സ് മിറർ എങ്ങനെയായിരിക്കണേ? കോൺവെക്സ് മിറർ എങ്ങനെ ഇരിക്കും? അപ്പൊ ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സർക്കിൾ ഉണ്ടാകും, അല്ലേ? ഒരു സ്പിയർ ഉണ്ടാകും. ആ സ്പിയറിന്റെ സെന്റർ ആണ് നമ്മളുടെ C എന്ന് പറയുന്നത്. അപ്പോ അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അപ്പൊ നമ്മളുടെ സെന്റർ ഓഫ് ആക്സിസ് ഇതിന്റെ സെന്ററിലോട് നമുക്ക് വരയ്ക്കാൻ പറ്റും. Let's consider this is the center of axis. ഇനി നമ്മൾ വരയ്ക്കുന്ന പോലെ ഇതിന്റെ ഈ വശമാണ് റിഫ്ലക്റ്റിംഗ്. സോ ദിസ് ഈസ് ഒപ്പാക് സൈഡ്. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ വരയ്ക്കണം. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ. ഇനി ഇതാണ് ഇതിന്റെ F, ഇതാണ് ഇതിന്റെ C. ഓക്കെ. ഇനി നമ്മൾ പറയുന്നത്, നമ്മളൊരു ഒബ്ജക്റ്റ് ഇവിടെ പ്ലേസ് ചെയ്തു, ഇവിടെ അറ്റ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാറി ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ച്, ഈ നീല കൊണ്ട് നമ്മളിപ്പോൾ വരച്ച ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. അപ്പൊ നമുക്കറിയാം ഒരെണ്ണം സിയിലൂടെയും വരയ്ക്കണം, ഒരെണ്ണം എഫിലൂടെയും വരയ്ക്കണം, അല്ലെ? റിഫ്ലക്ഷന് ശേഷം. അപ്പം ആദ്യം ഒരെണ്ണം ഞാന് ഇവിടുന്ന് മിററെ വന്ന് ഇടിച്ചതിന് ശേഷം, അത് നമുക്കറിയാം കോൺവെക്സ് മിറർ ആയതുകൊണ്ട് ഇത് ഇവിടുന്ന് ഇടിച്ചിട്ട് ഇങ്ങോട്ട് അകന്നു പോകും, ശരിയല്ലേ? ഇതിങ്ങനെ വന്ന് ഇവിടുന്ന് തിരിച്ച് ഇടിച്ചിട്ട് ഇങ്ങോട്ട് അകന്നു പോയി. ആ അകന്നു പോയ റേയിനെ നമ്മൾ നീട്ടി എക്സ്ട്രാപോളേറ്റ് ചെയ്ത് വരയ്ക്കുമ്പം നമുക്ക് അതിനേതാ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എഫിലേക്ക് വരയ്ക്കാം. കണ്ടോ? നമുക്ക് ഒരു ലൈൻ കിട്ടി. രണ്ടാമത്തെ ലൈൻ നമ്മൾ സിയിലൂടെ വരയ്ക്കും. നേരെ ഒബ്ജക്റ്റിന്റെ മുകളിൽ നിന്ന് ആ ലൈനെ നമ്മൾ നേരെ സിയിലോട്ട് വരച്ചു. കണ്ടോ? അപ്പൊ നമ്മൾ ഇവിടെ കണ്ണാടിയാണ് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇത് ഉണ്ടായതല്ലേ? ശരിക്കും നമുക്ക് ഈ വശത്തൊന്നും ഇമേജ് കിട്ടിയില്ല. അതിന്റെ അർത്ഥം എന്ന് പറയണത് ആ ഇമേജ് ഒരു വെർച്വൽ ഇമേജാണ്, അല്ലെങ്കിൽ അതൊരു മിഥ്യാ പ്രതിബിംബമാണ്. ഫസ്റ്റ് പോയിന്റ്. ഇനി ഇവിടെ ഈ രണ്ട് ലൈനോട് ജോയിൻ ചെയ്ത ഈ പോയിന്റിലാണ് ഇമേജ് ഉണ്ടാകുന്നത്, അല്ലേ? ഇവിടെ ഇമേജ് തലകുത്തനെ അല്ല, നേരെയാണ്. അപ്പൊ നമുക്ക് പറയാം ദ ഇമേജ് ഈസ് എറക്റ്റ് ഓർ നേരായ പ്രതിബിംബം. നേരെയുള്ളതെന്നാണോ നേരായ എന്നാണോ പറയണേ? നേരെയുള്ളത് ആയ ഒരു പ്രതിബിംബം. വലിപ്പം എന്നാ പറ്റി? വലിപ്പം കുറഞ്ഞു, അല്ലെങ്കിൽ ഡിമിനിഷ്ഡ്, അല്ലെങ്കിൽ ഇമേജ് ചെറുതായി. അപ്പം ഒത്തിരി സ്ഥലത്തെ നമുക്ക് ചെറുതായി ഉൾക്കൊണ്ട് കാണാൻ പറ്റുന്ന ഒരു മിററാണ് ഏത്? കോൺവെക്സ് മിറർ. ഇപ്പൊ നമ്മൾ വണ്ടിയിൽ ഏതാ ഉപയോഗിക്കുന്നത്? വാഹനങ്ങളുടെ കണ്ണാടി. വി ആർ യൂസിങ് കോൺവെക്സ് മിറർ. അല്ലേ എന്നാ പറ്റും? കോൺകേവ് ആണെങ്കിൽ നമ്മളെല്ലാം തലതിരിഞ്ഞല്ലേ കാണുള്ളൂ. കോൺകേവിന്റെ റിയൽ അല്ല, ഒരു ഇമാജിനറി ഫോം ചെയ്യുന്ന ബാക്കി റിയൽ ഉണ്ടാകുന്നതെല്ലാം തലതിരിഞ്ഞായിരുന്നു. ഇവിടെ നേരെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ കണ്ണാടിക്കകത്ത് തന്നെ നമുക്ക് ഇമേജ് കിട്ടും. അപ്പം വെഹിക്കിൾ മിറർ അല്ലെ വാഹനങ്ങളുടെ കണ്ണാടിക്കകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നതാണ്? കോൺവെക്സ് മിററുകളാണ്.
ഒന്നുകൂടെ നോക്കുക. ഒരു ലൈൻ വന്ന് മിററിൽ ഇടിച്ച് ഡൈവേർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ അകന്നു പോകുന്നു. ഡൈവേർജ് ഓർ അകന്നു പോകുന്നു. ആ അകന്നു പോകുന്നതിനെ നമ്മൾ നമ്മളുടെ ഫോക്കസിലേക്ക് നീട്ടി വരയ്ക്കുക. രണ്ടാമത്തതിനെ സിയിലൂടെ കടത്തിവിടുക. അപ്പം മുമ്പ് നമ്മൾ അന്ന് വരച്ച പോലെ ഒരെണ്ണം എഫിലൂടെ കടത്തിവിടുക, ഒരെണ്ണം സിയിലൂടെ കടത്തിവിടുക. കോൺകേവിലും അങ്ങനെ തന്നെയല്ലേ വരച്ചേ? ഒരെണ്ണം ഇടിച്ചിട്ട് എഫിലൂടെ കടത്തി വിട്ടു, രണ്ടാമത്തെ സിയിലൂടെ കടത്തി വിട്ടു. അപ്പം വളരെ എളുപ്പമാണ് പഠിക്കാൻ. ഒരെണ്ണം എപ്പോഴും എങ്ങനെ വരയ്ക്കണം? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിഫ്ലക്റ്റ് ചെയ്ത് വെച്ച് കോൺകേവ് ആണേലും കോൺവെക്സ് ആണേലും എഫിലൂടെ കടന്നു പോകണം. രണ്ടാമത്തെ റേസ് എന്ന് പറയണത് സിയിലൂടെ കടന്നു പോകണം. അപ്പൊ അത് രണ്ടും കൂടെ എവിടെ കൂട്ടിമുട്ടുന്നോ അതാണ് നമ്മുടെ ഇമേജ് ഉണ്ടാകുന്ന പോയിന്റ്. ഇവിടെ നമ്മൾ ഇമേജ് ഉണ്ടാകുന്ന പോയിന്റ് വരച്ചു. ഇമേജ് വരച്ചു കഴിഞ്ഞപ്പോൾ അത് ചെറുതാണ്, നേരെയുള്ളതാണ്, മിഥ്യാ പ്രതിബിംബമാണ്. മനസ്സിലായി അലീന വരയ്ക്കാൻ? അങ്ങനെയെങ്കിൽ പേജ് നമ്പർ 89 ടേബിളിനകത്ത് ഫിഗർ 4ന്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. HI, ഹൈറ്റ് ഓഫ് ദ ഇമേജ്. ഹൈറ്റ് ഓഫ് ദ ഇമേജ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. പോസിറ്റീവ്, മുകളിലേക്കാണ് നിൽക്കുന്നല്ലേ. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. പോസിറ്റീവ്. പോസിറ്റീവ്. അങ്ങനെയെങ്കിൽ മാഗ്നിഫിക്കേഷൻ അല്ലെ, ആവർത്തനം എന്നല്ലേ പറഞ്ഞേ? ആവർത്തനം എന്നായിരുന്നോ മലയാളം? ആവർത്തനം MI എന്ന് പറയണം. M എന്ന് പറഞ്ഞ HI/HO. അതെന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? പോസിറ്റീവ് ബൈ പോസിറ്റീവ്, ഉത്തരവും പോസിറ്റീവ്. മാഗ്നിഫിക്കേഷനും പോസിറ്റീവായി. ഇനി അതിന്റെ പ്രത്യേകതകൾ എഴുതണം. അത് നേരെയാണ്, വെർച്വൽ ആണ്. നേരെയുള്ളത് മിഥ്യാ പ്രതിബിംബം ഓർ എറക്റ്റ് വെർച്വൽ. പിന്നെ എന്നാ പറയാൻ പറ്റും? അതിൻ്റെ വലിപ്പം കുറഞ്ഞു പോയി, അല്ലെ ഇമേജിന്റെ വലിപ്പം ചെറുതാണ്, അല്ലെങ്കിൽ ആ ഇമേജ് ഡിമിനിഷ്ഡ് ആയിപ്പോയി. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ ഈ പടം വരയ്ക്കാനോടെ പഠിച്ചാൽ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ മാർക്ക് നമുക്ക് കിട്ടും. ശരിയല്ലേ? ഇത്രയും കാര്യം അറിഞ്ഞാൽ മതി. എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ? HI എങ്ങനെയാണ്, HO എങ്ങനെയാണ്, അതിനകത്ത് നമ്മുടെ മാഗ്നിഫിക്കേഷൻ എങ്ങനെ കിട്ടും, പിന്നെ നമുക്ക് ഫോം ചെയ്യുന്ന ഇമേജിന്റെ പ്രത്യേകത HI, HO, മാഗ്നിഫിക്കേഷൻ ഓർ ആവർത്തനം, ഇമേജിന്റെ പ്രത്യേകതകൾ, സൈസ് ഓഫ് ദ ഇമേജ്. വളരെ ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ? എന്നാ സംശയം? ഇല്ല. എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെന്നാ ഞാൻ കേട്ടെ. അപ്പൊ പെട്ടെന്ന് വരച്ചെഴുതിയെടുത്തേ. അടുത്തതെന്ന് പറയുന്നത് ഫിഗർ 5 പേജ് നമ്പർ 88 സെയിം ചോദ്യം തന്നെയാ അല്ലേ? കുറച്ചുകൂടെ അടുത്ത് വന്നിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലേ വ്യത്യാസമുള്ളൂ. വരച്ചു നോക്കാം. ഇതുപോലെ തന്നെ വരച്ചാൽ മതി, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. മിറർ വരയ്ക്കുന്നു, മിററിലേക്ക് നമ്മൾ നമ്മുടെ സെന്റർ ഓഫ് കർവേച്ചറും ഫോക്കസും വരയ്ക്കുന്നു. അത് വരയ്ക്കാൻ വേണ്ടി പ്രിൻസിപ്പൽ ആക്സിസ് ജോയിൻ ചെയ്യിപ്പിക്കുന്നു. ദിസ് ഈസ് എ പ്രിൻസിപ്പൽ ആക്സിസ്. അതിന് ഇച്ചിരി ഇങ്ങനെ നീക്കി വരച്ചാൽ മതി. എഫും മനസ്സിലായോ? എഫ് ഇതുവേ ഇച്ചിരി ഇങ്ങനെ അകത്തി വരയ്ക്കുന്ന അനുസരിച്ച് ഇമേജ് നല്ല വൃത്തിക്ക് വരയ്ക്കാൻ പറ്റും. FC. നമ്മുടെ ഒബ്ജക്റ്റ് കുറച്ചുകൂടെ അത് അത്ര അകലെയായിരുന്നു, ഇവിടെ ആയിരുന്നു ഏകദേശം. ഇതതിന്റെ പകുതി ഇവിടെ ഇരുത്താം. വേറൊരു കളർ കൊണ്ട് വരയ്ക്കാം. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. രണ്ട് ലൈൻ എങ്ങനെ പോണെന്നാ പറഞ്ഞേ? ആദ്യത്തെ ലൈൻ ഏതിലേ പോണം? മിററെ തട്ടി
തിരിച്ചു പോകണം. മിററെ തട്ടി അകന്നു പോണം അല്ലേ? അപ്പൊ ഒന്നെങ്കിൽ അലീന ഇവിടുന്ന് ഈ ചെരിച്ചേച്ചേ ഇവിടുന്ന് ഇതിനെ ആദ്യം അങ്ങ് വരച്ചു കൊടുത്താൽ മതി. ഇത് തിരിച്ച് ഫോക്കസിലോട്ടല്ലേ വരണേ. അപ്പൊ ഫോക്കസിലേക്ക് വരയ്ക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് അതിന്റെ ബാക്കിയായിട്ട് മുകളിലോട്ട് നീട്ടി വരച്ചാൽ പോരെ. അപ്പൊ കുറച്ചുകൂടെ വൃത്തിയായിട്ടിരിക്കും. കണ്ടാ? അതിന്റെ നേരെ ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതി. അങ്ങനെ തന്നെ അത് ഓരോരോ ഐഡിയ അവനവന്റെ ബുദ്ധി ഉപയോഗിച്ചവനെ അങ്ങ് ചെയ്തോണം. ഉണ്ടോ? അപ്പൊ സൂപ്പർ ആയില്ലേ? അപ്പൊ തെറ്റിയല്ല. രണ്ടാമത്തവൻ എതിലേ പോകും? ഇവിടുന്ന് നേരെ സിയിലോടെ എസ്സോ അത് പെട്ടെന്ന് പറഞ്ഞ സിയിലോടെ കടന്നു പോകും. ഇതാ ഇമേജ് റെഡി. കണ്ടോ? അത്രയും കാര്യമുള്ളൂ. രണ്ടോടെ കൂട്ടിമുട്ടിയ പോയിന്റ് ഇതാ ഇത്. ഇവിടെ ഇമേജ് വരയ്ക്കുക. എന്തൊക്കെയാണ് പ്രത്യേകത? മുമ്പത്തെ പോലെ തന്നെ പറഞ്ഞേ. HI എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? പോസിറ്റീവ്. HO എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? പോസിറ്റീവ്. M എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? എമ്മും പോസിറ്റീവ്. ഇനി നേരെയുള്ളത് തന്നെയാണല്ലോ അല്ലെ? നിവർന്നത് എന്നെയോ? മിഥ്യാപ്രതിബിംബം. ഇനി പ്രതിബിംബത്തിന്റെ വലിപ്പം ചെറുതാണല്ലേ? ചെറുത്. ഓർ നമുക്ക് അതിനെ അവർക്കൂടെ മനസ്സിലാകുന്ന രീതി എഴുതിയേക്കാം. ഡിമിനിഷ്ഡ്. നിവർന്നെന്ന് പറയുമ്പം എറക്റ്റ്. മിഥ്യ എന്ന് പറയുമ്പോൾ വെർച്വൽ. വളരെ കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഇവിടെ ഇരുന്നു, ഒരെണ്ണം നേരെ ഇവിടെ വന്ന് ഇടിച്ച് തിരിച്ചങ്ങ് പോയി, അടുത്തത് നേരെ സിയിലൂടെ കടത്തി വിട്ടു. അപ്പം സിയിലൂടെ കടത്തി വിട്ടു, ഇങ്ങോട്ട് വരച്ചാൽ മതി. സിയിലൂടെ കടന്നു പോയി, അത് രണ്ടോടെ ജോയിൻ ചെയ്തു, ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ആ പോയിന്റിൽ നമുക്ക് ഇമേജ് കിട്ടി. അത് ചെറുതാണ്, നേരെയുള്ളതാണ്, മിഥ്യാപ്രതിബിംബമാണ്. മനസ്സിലായില്ലേ? മനസ്സിലായി. വരച്ചെഴുതിയെടുക്കാവോ? എന്നിട്ട് അതോടെ ഇത് എടുത്ത് ഗ്രൂപ്പിലോട്ട് ഇട്ട് കൊടുത്തേ കേട്ടോ. ഒരു ഫിഗറോടെ കോപ്പിയോടെ എടുത്തിട്ട് സ്ക്രീൻഷോട്ടോടെ എടുത്തിട്ട് വരച്ചിട്ട് ഇമേജ് എനിക്ക് വാട്സപ്പിലോട്ട് ഗ്രൂപ്പിലോട്ട് അയക്കണം വരച്ചത്. അലീന, ഇനി അനലൈസ് ഓരോ ചോദ്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് എഴുതണം. ഒന്നാമത്തെ വായിക്കാവോ? ആവർത്തനം ഒന്നായിരിക്കുമ്പോൾ വസ്തുവിന്റെ വലിപ്പവും പ്രതിബിംബത്തിന്റെ വലിപ്പവും തുല്യമായിരിക്കും. അതായത് മാഗ്നിഫിക്കേഷൻ ഒന്നാണ്. HI/HO എന്ന് പറയുന്ന ഒന്നാണെങ്കിൽ രണ്ട് വാല്യൂവും സെയിം ആയിരിക്കണല്ലോ, എന്നാലേ 1 വരുള്ളൂ. സോ ദാറ്റ് പോയിന്റ് ഈസ് റൈറ്റ്. ശരിയിട്. അടുത്തത്. ആവർത്തനം ഒന്നിനേക്കാൾ കൂടുതലായാൽ പ്രതിബിംബം വസ്തുവിനേക്കാൾ വലുതായിരിക്കും. ആവർത്തനം ഒന്നിനേക്കാൾ, അതായത് മാഗ്നിഫിക്കേഷൻ ഒന്നിനേക്കാൾ കൂട്ടണം എന്ന് പറയുമ്പോൾ മുകളിലുള്ളത് വലുതായിരിക്കണം അല്ലേ? അപ്പൊ HI കൂടുതലായിരിക്കണം. ശരിയല്ലേ? ഹൈറ്റ് ഓഫ് ദ ഇമേജ് കൂടുതലായിരിക്കണം. ആ ഉത്തരവും ശരിയാണ്. അടുത്തത്. ആവർത്തനം ഒന്നിനേക്കാൾ ചെറുതായാൽ പ്രതിബിംബത്തിന്റെ വലുപ്പം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. അപ്പം HI/HO ഒന്നിനേക്കാൾ ചെറുതാകണം എന്ന് പറഞ്ഞാല് താഴെയുള്ളത് വലുതായിരിക്കണം അല്ലേ? നല്ല ഡെസിമൽ പോയിന്റ് വരുള്ളൂ. അപ്പം HO വലുതായിരിക്കണം. ശരിയല്ലേ? ശരിയാണ്. ശരിയാണ്. ആവർത്തന വീണ്ടും എൻ്റെ റേഞ്ച് പോയതാണ്, നിങ്ങളുടെ ആരുടെയും പ്രശ്നമല്ല. ബാക്കി പറയാവോ? ആവർത്തനം പോസിറ്റീവ് ആയിരിക്കുമ്പോൾ പ്രതിബിംബം തലകീഴായതും യഥാർത്ഥവുമായിരിക്കും. അത് തെറ്റല്ലേ? തലകീഴായെന്ന് പറയുമ്പം HI എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആവും. അപ്പം മാഗ്നിഫിക്കേഷൻ ഈസ് പോസിറ്റീവ് ഇഫ് ദ ഇമേജ് ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ദാറ്റ് ഈസ് റോങ്. ആ ഉത്തരം തെറ്റാണ്. വെരി ഗുഡ്. അടുത്തത്.
ആവർത്തനം നെഗറ്റീവ് ആയിരിക്കുമ്പോൾ പ്രതിബിംബം നിവർന്നതും മിഥ്യയും ആയിരിക്കും. വീണ്ടും തെറ്റി. എറക്റ്റ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആയി പോവും അല്ലേ? റിയലും ഇൻവേർട്ടഡും ആയിരുന്നെങ്കിൽ രണ്ടും അതെ. നെഗറ്റീവ് വന്ന് പോസിറ്റീവ് ആയേനെ. ഇപ്പൊ വെർച്വലും ആയി പോയി, എറക്റ്റും ആയി പോയി. ദാറ്റ് ആൻസർ ഓൾസോ റോങ്. അടുത്ത ടേബിൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കും. ദ ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് മിറർ ഈസ് ഓൾവേസ് എറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അതുകൊണ്ടാണ് വാഹനങ്ങളിലെ കണ്ണാടി കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഒത്തിരി ഏരിയ ഓഫ് വ്യൂ ഇതിനകത്ത് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് പുറകിൽ നിന്ന് തന്നെ വണ്ടികളെ തലകുത്തി കണ്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇപ്പം കാണുന്ന വസ്തുക്കളെ നേരെ കാണണം അല്ലെ? നേരെ കാണണം. അതുപോലെ ഒത്തിരി ഏരിയ ഉള്ള വസ്തുക്കൾ ചെറുതായിട്ടും കാണണം. പക്ഷെ അത് കൃത്യം ദൂരത്തിലല്ല ഇരിക്കുന്നത് അല്ലെ? ഇമേജ് എങ്ങനെയാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്? കോൺവെക്സ് മിററിലെ ഇമേജ് വെർച്വൽ ഇമേജ് ആയതുകൊണ്ടാണ് ആ എഴുതി വെച്ചിരിക്കുന്നത് ഒബ്ജക്റ്റ് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ. നമ്മൾ വണ്ടി ഇത്ര ദൂരത്തിലാന്ന് കണ്ട് പെട്ടെന്ന് അങ്ങ് വളച്ചേക്കല്ല്. കാണുന്നതിനേക്കാൾ അടുത്തായിരിക്കും വണ്ടി ഇരിക്കുന്നത്. തൊട്ട് പുറകെ വണ്ടി വന്നാലും നമുക്ക് ദൂരം ഉണ്ടെന്ന് തോന്നും. അവിടെ 2 പോയിന്റ് എഴുതിയെടുക്കണം. മിഥ്യാ പ്രതിബിംബം അല്ലെങ്കിൽ വെർച്വൽ ഇമേജ് ആണ് ഉണ്ടാകുന്നത്. ഇറക്റ്റ് ഇമേജ് ആണ്, ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. ക്ലിയർ അല്ലേ? ചാപ്റ്റർ തീർന്നല്ലോ. നമുക്ക് അടുത്ത ദിവസം വർക്കിങ്ങിന്റെ അത് ഡിസ്കസ് ചെയ്യാം. തീർന്നു.